ഈ വീഡിയോയിൽ പറയുന്നത് കാവൽ മാലാഖയെക്കുറിച്ചാണ്. അതായത് ജനുവരി 1 മുതൽ 5 വരെയുള്ള കാലയളവിൽ ജനിച്ചവരുടെ കാവൽ മാലാഖയായ നെമാമിയ എന്ന മാലാഖയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നെമാമിയ എന്ന മാലാഖയുടെ പേരിൻ്റെ അർത്ഥം മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ദൈവം എന്നാണ്. മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ദൈവം. തൻ്റെ ഗണത്തിലെ ഏറ്റവും മുന്തിയ മാലാഖയാണ് നെമാമിയ. സകലതും അഭിവൃദ്ധിപ്പെടാനും തടവുകാരെ സ്വതന്ത്രരാക്കാനും ഈ മാലാഖയുടെ സഹായം തേടാം. ആരോഗ്യത്തിൻ്റെയും ബുദ്ധിയുടെയും ശക്തികൾ ഈ ദൂതനിൽ ഒന്നുചേരുന്നു. ന്യായമായതും മഹത്വമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദൂതൻ നമുക്ക് പൂർണ്ണമായ വ്യക്തത തരും. സത്യത്തിനും നന്മയ്ക്കും യോജിക്കുന്ന ഓരോ പ്രവൃത്തിയിലും വിജയം വാഗ്ദാനം ചെയ്യുന്നവനാണ് നെമാമിയ. ആത്മാവിൻ്റെ മഹത്വത്തെ സ്വാർത്ഥകമാക്കുന്ന ദൂതനാണിത്. ഇനി ഈ മാലാഖയോടുള്ള പ്രാർത്ഥനയുണ്ട്. നാഥ, സ്നേഹവും സൗന്ദര്യവുമാകട്ടെ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. സ്വർഗത്തിലുള്ളതിനെ ഭൂമിയിൽ നിർമ്മിക്കുന്നതിൽ കവിഞ്ഞ് യാതൊരു ആഗ്രഹമോ ലക്ഷ്യമോ പദ്ധതിയോ എനിക്കില്ല. ധൃതി കൂടാതെയും ഇടപെടൽ വീണ്ടെടുത്ത് അത് നടത്താൻ മറക്കാതെയും അനാവശ്യമായ ഇടവേളകളില്ലാതെയും എൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനും അവ സമയബന്ധിതമായിരിക്കാനും അങ്ങ് എന്നെ സഹായിക്കണമേ. വാഗ്ദത്ത ഭൂമിയിലേക്ക് പൊരുതി മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അനുചിതമായ കടന്നുകയറ്റങ്ങൾ നടത്താതെ ഇരിക്കുമാറ് എൻ്റെ മേൽ ശ്രദ്ധയുണ്ടാകണമേ. സന്തോഷത്തോടെയുള്ള അങ്ങയുടെ സഹായത്താൽ വിജയിക്കുകയാണ് എൻ്റെ ആദ്യ കടമ. ഉപദേശം: അനിവാര്യവും മൂല്യവത്തുമായ വസ്തുക്കളെ നിൻ്റെ പ്രവൃത്തിക്കായി കൊണ്ടുവരിക. ഭാവിയിൽ ഒരു പുതു സ്വർഗം പണിയാനായി ലെബനോനിലെ ദേവദാരുക്കൾ മുറിക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം നീ. ഇതാണ് നിൻ്റെ ലോകദൗത്യം. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോക സൃഷ്ടി സാധ്യമാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ മാലാഖയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഈ ജനുവരി 1 മുതൽ 5 വരെയുള്ള കാലയളവിൽ ജനിച്ച ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കുറച്ച് എക്സ്പ്ലനേഷൻ പറയാം. തൻ്റെ ഗണത്തിലെ ഏറ്റവും മുന്തിയ മാലാഖയാണ് നെമാമിയ. അതായത് ദൈവത്തിൻ്റെ ആ മാലാഖ അല്ലെങ്കിൽ കാവൽ മാലാഖ ഗണങ്ങളിലെ ഏറ്റവും കൃപ നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഒരു സിദ്ധികളുള്ള മാലാഖയാണ് നെമാമിയ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ കാവൽ മാലാഖയായി ഉള്ള മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അവരുടെ സ്വഭാവമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സംതിങ് വളരെ വ്യത്യസ്തരായ അല്ലെങ്കിൽ കുറേ കൂടി ആഠ്യതമുള്ള ഒരു സ്വഭാവസിദ്ധിയൊക്കെ ഉള്ളതായിട്ട് അല്ലെങ്കിൽ കഴിവുകളും ചിന്തകളൊക്കെ ഉള്ള മനുഷ്യരായിട്ട് കാണാൻ പറ്റും. അത് ഈ കാവൽ മാലാഖയുടെ ഒരു ഗുണമാണ് അവരിൽ പ്രകടമാകുന്നത്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവർത്തനത്തിനകത്ത് കാണാമല്ലോ, പത്രോസിൻ്റെ കാവൽ മാലാഖ വന്നു എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഈ കാവൽ മാലാഖയുടെ സ്വഭാവത്തിനോടൊക്കെ ഏറെക്കുറെ ഒത്തുചേർന്നു പോകും. ഇപ്പോൾ എല്ലാവരിലും എല്ലാ ഗുണങ്ങളും കാണണമെന്നില്ല, പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല. പിന്നെ ഈ കാവൽ മാലാഖയുടെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനും നിങ്ങളുടെ ആത്മീയ സിദ്ധികൾ എന്താണെന്ന് കുറേയൊക്കെ ഒന്ന് വിലയിരുത്താനൊക്കെ ആയിട്ട് ഒരുപക്ഷെ സഹായകമായേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പുസ്തകം ഈ ഭാഗമൊക്കെ വായിക്കുന്നു. അപ്പം ഈ മനുഷ്യർ ഒത്തിരി പേര് ഇങ്ങനെ ഇങ്ങനെ തിന്മയിലേക്ക് വീഴുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ആത്മീയ രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അവരുടെ ആത്മീയ ശക്തികളും കൃപകളും സിദ്ധികളും
കഴിവുകളൊക്കെ എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ കൂടുതലും ഈ തെറ്റിലേക്കും തിന്മയിലേക്കും പാവങ്ങളിലേക്കും വീഴുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അവർക്ക് ഈ സിദ്ധികളൊക്കെ എന്തിനാണ് അല്ലെങ്കിൽ അവരുടെ ആത്മീയ സിദ്ധികളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ആത്മീയ ജീവിതവും ഭൗതിക ജീവിതമൊക്കെ നയിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവ തലത്തിലും ആത്മീയ തലത്തിലൊക്കെ പ്രവൃത്തിയിലൊക്കെ കുറെ കൂടി ഒരു മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നെമാമി എന്ന കാവൽമാലാഖയുടെ ഒരു പ്രത്യേകത, തൻ്റെ ഗണത്തിലെ ഏറ്റവും മുന്തിയ മാലാഖയാണ് നെമാമിയ. സകലതും അഭിവൃദ്ധിപ്പെടാനും തടവുകാരെ സ്വതന്ത്രരാക്കാനും ഈ മാലാഖയുടെ സഹായം തേടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവൽമാലാഖയുള്ള മനുഷ്യരുടെ പ്രത്യേകതയാണ് പറയുന്നത്. സകലതും അഭിവൃദ്ധിപ്പെടാനും തടവുകാരെ സ്വതന്ത്രരാക്കാനും ഈ മാലാഖയുടെ സഹായം തേടാം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ജനിച്ച മനുഷ്യരുടെ ഒരു പ്രത്യേകത, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മിക്ക കാര്യങ്ങളും തന്നെ വളരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. അതൊരു പക്ഷേ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്താലെല്ലാം വിജയിക്കുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി പൊതുവായി അവരെന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല രീതിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തടവുകാരെ സ്വതന്ത്രരാക്കാനും ഈ മാലാഖയുടെ സഹായം തേടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തടവുകാരെ സ്വതന്ത്രരാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങൾ എന്നതിനൊക്കെ ഉപരി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇതിൻ്റെ അകത്ത് ഈ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിതിനെ കേവലം ഒരു ഭൗതിക കാര്യങ്ങളായിട്ട് മാത്രമായിട്ട് നമ്മളിതിനെ കാണരുത്. ഈ പുസ്തകം അതിനുള്ളതല്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയമായിട്ട് ഒരാൾക്ക് എങ്ങനെ തൻ്റെ സിദ്ധികളും കഴിവുകളും ഒക്കെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതി വേണം ഇതിനെ കാണാൻ. അല്ലാതെ എല്ലാവരും ഇപ്പോൾ എനിക്ക് ലോട്ടറി അടിക്കും, ഞാനിപ്പോൾ കോടീശ്വരനാവും, ആ ഒരു കാഴ്ചപ്പാടല്ല ഇതിൻ്റെ. അതുകൊണ്ടാണ് പറഞ്ഞത് സകലതും അഭിവൃദ്ധിപ്പെടാനും തടവുകാരെ സ്വതന്ത്രരാക്കാനും ഈ മാലാഖയുടെ സഹായം തേടാം. അപ്പോൾ ഈ തടവുകാരെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ട അല്ലെങ്കിൽ ആത്മീയമായിട്ട് തകർന്ന മനുഷ്യരെ, അല്ലെങ്കിൽ തിന്മ അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ സ്വതന്ത്രരാക്കാൻ ഇവർക്ക് എളുപ്പം സാധിക്കും. അവരുടെ ഒരു ചെറിയ പ്രാർത്ഥന, ഇങ്ങനെയുള്ളവരൊക്കെ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആത്മീയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലിയ വിജയങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ പാപത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അവരെ അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിലേക്കൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കങ്ങനെ ആ മനുഷ്യരെ അത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന്, തടവിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ആത്മീയ സിദ്ധികളാണ് ഈ പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടവുകാരെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്നവരെയൊക്കെ ഇവർക്ക് അത്തരം പ്രതിസന്ധിയിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാനും രക്ഷപ്പെടുത്താനൊക്കെ സാധിക്കുമെന്നും കൂടി അതിൻ്റെ ഒരു തലമുണ്ട്. അപ്പോൾ ആരോഗ്യത്തിൻ്റെയും ബുദ്ധിയുടെയും ശക്തികൾ ഈ ദൂതനിൽ ഒന്നു ചേരുന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ആരോഗ്യത്തിൻ്റെയും ബുദ്ധിയുടെയും ശക്തികൾ ഈ ദൂതനിൽ ഒന്നു ചേരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഏറെക്കുറെ നല്ലൊരു ആരോഗ്യമുള്ള ശരീരവും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും പൊതുവെ ഉണ്ടാകുകയില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാകും. അത് സാധാരണ മനുഷ്യരുടെ ബുദ്ധി ആയിരിക്കില്ല, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. കുറേ കൂടി ഉയർന്ന ചിന്തകളും ബുദ്ധിശക്തിയൊക്കെ ഉള്ള മനുഷ്യരായിരിക്കും എന്നാണ് ഈ ദൂതൻ്റെ ഈ ഒരു സിദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഈ ആരോഗ്യത്തിൻ്റെയും ബുദ്ധിയുടെയും ശക്തികൾ ഈ ദൂതനിൽ ഒന്നു ചേരുന്നു. ഇത് ഭൗതികമായിട്ട് ഞാൻ പറഞ്ഞത്, ഇത് ഭൗതികമായിട്ടുള്ള ഒരു ആരോഗ്യം മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ബുദ്ധിശക്തി മാത്രമല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള ആരോഗ്യവും ആത്മാവിൻ്റെ ആരോഗ്യവും ആത്മാവിൻ്റെ ബുദ്ധി അതായത് ജ്ഞാനവും. അപ്പോൾ ഈ കാര്യങ്ങളൂടെ ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. അപ്പോൾ ആരോഗ്യത്തിൻ്റെയും ബുദ്ധിയുടെയും ശക്തികൾ ഈ ദൂതനിൽ ഒന്നു ചേരുന്നു. അപ്പോൾ
ഈ കാവൽ നെമാമിയ യുടെ സഹായമുള്ള അല്ലെങ്കിൽ കാവൽ ദൂതനായി നെമാമിയ ഉള്ള മനുഷ്യർക്ക് അവർ ആത്മീയമായിട്ട് നല്ല ശക്തിയുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ നല്ല ജ്ഞാനം, അത്യാവശ്യം ജ്ഞാനവും ഒക്കെ ഉള്ളവരായിരിക്കും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ന്യായമായതും മഹത്വമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദൂതൻ നമുക്ക് പൂർണ്ണമായ വ്യക്തത തരും. ന്യായമായതും മഹത്വവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദൂതൻ നമുക്ക് പൂർണ്ണമായ വ്യക്തത തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മീയ കാര്യങ്ങൾ, അതായത് ന്യായമായതും മഹത്വവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കാനാകില്ല. അതായത് ആത്മീയ മേഖലയിലൊക്കെ നമ്മൾ കുറേ കൂടി നന്നായി ജീവിക്കാനും കുറേ കൂടി ആത്മീയ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കാനും നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് ന്യായമായതും മഹത്വമായതും പ്രവർത്തിക്കും ഈ ദൂതൻ നമുക്ക് പൂർണ്ണമായ വ്യക്തത തരും. അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തതയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെയുള്ള ഒരു വ്യക്തമായൊരു ബോധ്യം അവർക്ക് ഈ ദൂതൻ നൽകും എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കൂടുതൽ ആളുകളെ ആ ഒരു നിത്യജീവൻ എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് നയിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിനും നന്മയ്ക്കും യോജിക്കുന്ന ഓരോ പ്രവൃത്തിയിലും വിജയം വാഗ്ദാനം ചെയ്യുന്നവനാണ് നെമാമിയ. സത്യത്തിനും നന്മയ്ക്കും യോജിക്കുന്ന ഓരോ പ്രവൃത്തിയിലും വിജയം വാഗ്ദാനം ചെയ്യുന്നവനാണ് നെമാമിയ. അപ്പം സത്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. അപ്പോൾ സത്യത്തിനും നന്മയ്ക്കും യോജിക്കുന്ന, അതായത് സുവിശേഷാനുസൃതം ജീവിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വിജയം വാഗ്ദാനം ചെയ്യുന്നവനാണ് നെമാമിയ. ആത്മാവിൻ്റെ മഹത്വത്തെ സ്വാർത്ഥകമാക്കുന്ന ദൂതനാണിത്. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ട് വളരെ ഉന്നതങ്ങളിൽ വലിയ ഉന്നത ആത്മീയ സിദ്ധികളും ശക്തികളും കൃപകളൊക്കെയുള്ള മനുഷ്യരാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ സാധാരണ മറ്റ് മനുഷ്യരൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയും മേൽക്കോയ്മയും ഒക്കെ ഇവർക്ക് പെട്ടെന്ന് കിട്ടുമെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. പിന്നെ പ്രാർത്ഥന. നാഥ, സ്നേഹവും സൗന്ദര്യവുമാകട്ടെ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. നാഥ, സ്നേഹവും സൗന്ദര്യവുമാകട്ടെ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. അതായത് ഈ സ്നേഹവും സൗന്ദര്യവുമാകട്ടെ എന്ന് പറയുമ്പോൾ സ്നേഹവും സൗന്ദര്യവും സ്വർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹം ആരാണ്? ദൈവം. സൗന്ദര്യമാണ് എവിടെയാണ്? ദൈവം. അത് സ്വർഗം എന്നൊക്കെയാണ്. അതായിരിക്കട്ടെ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. അതായത് സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതുപോലെ തന്നെ ഈ സ്നേഹവും സൗന്ദര്യവുമാകട്ടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ മറ്റുള്ളവർക്ക് സ്നേഹിക്കാനും അവരുടെ നന്മകൾ ആഗ്രഹിക്കാനും അവരുടെ വളർച്ച, അവരുടെ ഉയർച്ച, അവരുടെ അഭിവൃദ്ധി, അത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നന്മകൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയും വളർച്ചയും നന്മയൊക്കെ ആയിരിക്കട്ടെ എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരെ ആത്മീയമായിട്ട് ഭൗതികമായിട്ട് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഉന്നതി, അവരുടെ സമാധാനം, സന്തോഷം, അതായിരിക്കട്ടെ എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. സ്വർഗത്തിലുള്ളതിനെ ഭൂമിയിൽ നിർമ്മിക്കുന്നതിൽ കവിഞ്ഞ് യാതൊരു ആഗ്രഹമോ ലക്ഷ്യമോ പദ്ധതിയോ എനിക്കില്ല. അപ്പോൾ സ്വർഗത്തിലുള്ളതിനെ ഭൂമിയിൽ നിർമ്മിക്കുന്നത് കവിഞ്ഞ് യാതൊരു ആഗ്രഹമോ ലക്ഷ്യമോ പദ്ധതിയോ എനിക്കില്ല എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്തരം ഞാൻ ഈ മേൽപ്പറഞ്ഞ കഴിവുകളും സിദ്ധികളും ആത്മീയമായിട്ടും ഭയങ്കര ബുദ്ധിയും ശക്തിയും കഴിവും ആരോഗ്യമൊക്കെ ഉള്ളവരുടെ വേറൊരു പ്രത്യേകത, അവർ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ കൂടുതലായിട്ട് അവരുടെ ചിന്ത മിക്കപ്പോഴും ഭൂമിയിൽ നല്ലൊരു ജീവിതം, നല്ലൊരു സ്വസ്ഥത, എല്ലാവർക്കും നല്ലൊരു ജീവിതം ഭൂമിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അതായത് വെറുതെ കുറേ നന്മയൊക്കെ ചെയ്ത് കുറേ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നടത്തി അങ്ങനെയൊക്കെ നന്മപരമായിട്ട് ജീവിച്ചങ്ങ് മരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ഇവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. കേവല ഭൗതിക ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം ജീവിച്ച് കടന്നു പോകുന്ന ഒരു വലിയ അപകടം ഇവർക്ക് പിന്നിലുണ്ട്. അതാണ് പറഞ്ഞത്, സ്വർഗത്തിലുള്ളതിന് ഭൂമിയിൽ നിർമ്മിക്കുന്നത് കവിഞ്ഞ് യാതൊരു ആഗ്രഹമോ ലക്ഷ്യമോ പദ്ധതിയോ എനിക്കില്ല. ഇപ്പോൾ പൊതുവേ മനുഷ്യരുടെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്നത് ഭൂമിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഒരു സ്വർഗം പണിയുക
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന എല്ലാം സഹായം ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ, ഭൗതികമായിട്ടുള്ള നന്മ മാത്രമേ അവർ ഉദ്ദേശിക്കുകയുള്ളൂ. ആത്മീയ നന്മകൾ അവർക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ചിന്തയൊന്നുമില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്വർഗത്തിലുള്ളതിനെ ഭൂമിയിൽ നിർമ്മിക്കുന്നതിൽ കവിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അത് പറഞ്ഞു വരുന്ന ഒരു ചുരുക്കം ഇതാണ്, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മനുഷ്യരെ ആത്മീയമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതായത് നെമാമിയ എന്ന കാവൽദൂതൻ്റെ സംരക്ഷണയിലുള്ള മനുഷ്യരുടെ യഥാർത്ഥ ദൈവീയ പദ്ധതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്വർഗത്തിലെ നന്മകളാൽ നിർമ്മിക്കുക, അവരെ സ്വർഗത്തിലേക്ക് നയിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഈ ഫലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടുള്ള കാര്യം. എന്നാലും പരിമിതികളുണ്ട്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ നേരിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇതിപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർക്ക് പറ്റുന്ന പറ്റാണ്, അതായത് ഈ ജനുവരി 1 മുതൽ 5 വരെയുള്ള കാലയളവിൽ ജനിച്ച മനുഷ്യർക്ക് പറ്റുന്ന ഒരു പറ്റാണ്. അവർ ഭൂമിയിൽ എല്ലാം സ്വർഗം പോലെ പണിയാൻ ശ്രമിക്കും, കേവലം ഭൗതികമായിട്ട്. മറിച്ച് ആത്മീയമായിട്ട് അവരങ്ങനെ ആത്മീയ ജീവനെ, ആത്മാവിനെ ഇങ്ങനെ പണിത് എടുക്കാനോ സ്വർഗത്തിൽ ഒരു ഭവനം പണിയാനോ അവർ മറന്നുപോകും. അതാണ് അവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ധൃതി കൂട്ടാതെയും ഇടപെടൽ വീണ്ടെടുത്ത് അത് നടത്താൻ മറക്കാതെയും അനാവശ്യമായ ഇടവേളകളില്ലാതെയും എൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനും അവയെ സമയബന്ധിതമായിരിക്കാനും എന്നെ സഹായിക്കണമേ. അപ്പോൾ ഇതിൻ്റെ അത് വേറൊരു മിസ്റ്റേക്കാണ്, ഇവർക്ക് പറ്റുന്ന വേറൊരു കുഴപ്പമാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം. അത് ആത്മീയ കാര്യമായിക്കോട്ടെ ഭൗതിക കാര്യമായിക്കോട്ടെ, പെട്ടെന്ന് നടന്നു കിട്ടണമെന്നുള്ള ഒരു ധൃതിയുള്ള ആൾക്കാരാണ്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ധൃതി കൂട്ടാതെയും ഇടപെടൽ വേണ്ടിടത്ത് അത് നടത്താൻ മറക്കാതെയും, ഇവർക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് കിട്ടണം. എന്നാൽ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യാൻ ചിലപ്പോൾ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചിലപ്പോൾ അതൊക്കെ മറന്നേച്ച് എനിക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കുള്ളതെന്ന് പോരട്ടെ, ഞാൻ ചെയ്യാനുള്ളത് പിന്നെ ചെയ്യാം, ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ധൃതി കൂട്ടാതെയും ഇടപെടൽ വേണ്ടിടത്ത് അത് നടത്താൻ മറക്കാതെയും അനാവശ്യമായ ഇടവേളകളില്ലാതെയും എൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനും അവയെ സമയബന്ധിതരായിരിക്കാനും അങ്ങനെ സഹായിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലസത പാടില്ല, അധികം കടുംപിടുത്തങ്ങൾ പാടില്ല, ധൃതി കൂടാൻ പാടില്ല, എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് ഷാഠ്യമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കേവലം ഭൗതിക മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടിൽ നീങ്ങാൻ പാടില്ല. പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കരുത്, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. പ്രത്യേകിച്ച് മറ്റുള്ളവർക്കുള്ള ലഭിക്കേണ്ട ആത്മീയ കൃപകളും നന്മകളൊക്കെ നൽകേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാതിരിക്കരുത്. അത് സമയത്ത് തന്നെ ചെയ്യണം, ഏതെങ്കിലും സമയത്തല്ല. ചിലരുണ്ട് ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാം, അവർക്കല്ലേ അത് പിന്നെ ചെയ്തു കൊടുക്കാം, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ പാടില്ല. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾക്കാൾ ഉപരിയായി ആത്മീയ കാര്യങ്ങളിൽ ഇങ്ങനെ അലംഭാവം പാടില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മിക്കപ്പോഴും പറ്റിയിട്ടുള്ള കാര്യമാണ്, അതായത് ചിലരോടൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കരുതിയിട്ട് ഞാനത് വേണ്ട എന്ന് വെച്ചിട്ട് പിന്നീട് പല അത്യാഹിതങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് സംഭവിച്ചു കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുക, അത് ഞാൻ നേരത്തെ അത് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മിക്കപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെയുള്ള പരിഹാരം ഞാൻ തീർച്ചയായും ചെയ്യേണ്ടി വരുമെന്നുള്ളത് വേറൊരു കാര്യം. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞത് അനാവശ്യമായ ഇടവേളകളില്ലാതെയും എൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനും അവ സമയബന്ധിതമായിരിക്കാനും അങ്ങനെ സഹായിക്കണമേ. വാഗ്ദത്ത ഭൂമിയിലേക്ക് പൊരുതി മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വാഗ്ദത്ത ഭൂമി സ്വർഗമാണ്. ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് പൊരുതി മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾക്ക് ആത്മീയമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആത്മീയ യുദ്ധം ചെയ്യേണ്ടി വരും. പൗലോസേ പറയുന്നുണ്ട്, യുദ്ധം ചെയ്യണം, ആത്മീയ യുദ്ധത്തിലാണ് പൗലോസേ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ആത്മീയമായിട്ട് യുദ്ധം ചെയ്യണം, അതായത് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും, ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും,
സാധാരണ മനുഷ്യർ ഒരു പക്ഷേ ചെയ്യേണ്ടതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടി വരും. സഹനങ്ങളുണ്ടാവും, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യേണ്ടി വരും. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് പൊരുതി മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊരുതേണ്ടി വരുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എന്നാൽ അനുചിതമായ കടന്നുകയറ്റങ്ങൾ നടത്താതെ ഇരിക്കുമാറ് എൻ്റെ മേൽ ശ്രദ്ധയുണ്ടാകണം. അവിടെ വേറൊരു കാര്യമുണ്ട്. എന്നാൽ അനുചിതമായ കടന്നുകയറ്റങ്ങൾ നടത്താതെ ഇരിക്കുമാറ് എൻ്റെ മേൽ ശ്രദ്ധയുണ്ടാകണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ അനുചിതമായ കടന്നുകയറ്റങ്ങൾ, നമ്മൾ വേറെ വഴിക്കൊക്കെ പോകും. ഉചിതമല്ലാത്ത, നമുക്ക് പറ്റിയതല്ലാത്ത പല, അതായത് പാപമാർഗങ്ങളിലേക്കും പാപത്തിൻ്റെ അടിമത്തത്തിലേക്കൊക്കെ വീണു പോകാൻ സാധ്യതകൾ കൂടുതലാണ്. ആത്മീയ ജീവിതം പാടെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. മടുപ്പാണ്, കാരണം ഫൈറ്റിംഗ് ആണ്. യുദ്ധം ചെയ്ത് തളർന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് പടക്കളത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അനുചിതമായ കടന്നുകയറ്റങ്ങൾ നടത്താതെ ഇരിക്കുമാറ് എൻ്റെ മേൽ ശ്രദ്ധയുണ്ടാകണമേ. അപ്പോൾ ഈ ദൂതനോട് പറയുകയാണ്, കാവൽ ദൂതനോട് പറയുകയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ യുദ്ധം ചെയ്ത് തളർന്ന് അവശനായി കഴിയുമ്പോൾ ഞാനിത് ഈ ആത്മീയ യുദ്ധം അവസാനിപ്പിച്ചേക്കാം, അതിൽ നിന്ന് മാറിപ്പോയേക്കാം, ഈശോയിൽ നിന്നൊക്കെ അകന്നു പോയേക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എൻ്റെ മേൽ ശ്രദ്ധയുണ്ടാകണമേ. പിന്നെ സന്തോഷത്തോടെയുള്ള അങ്ങയുടെ സഹായത്താൽ വിജയിക്കുകയാണ് എൻ്റെ ആദ്യ കടമ. അപ്പോൾ ദൂതൻ്റെ ആ സന്തോഷമുണ്ടല്ലോ, അതായത് ദൂതൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളതാണ്. അപ്പം സന്തോഷത്തോടെയുള്ള അങ്ങയുടെ സഹായം, അപ്പോൾ ദൂതനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം, അതായത് നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ കാവൽ മാലാഖയ്ക്ക് വളരെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും, വളരെ വേദനയുണ്ടാകും. അപ്പോൾ അങ്ങയെ വേദനിപ്പിക്കാതെ അങ്ങയുടെ സന്തോഷത്തോടു കൂടി അങ്ങയുടെ സഹായത്താൽ വിജയിക്കുകയാണ് എൻ്റെ ആദ്യ കടമ. അതായത് നിത്യജീവനിൽ എത്തിച്ചേരുക, പിശാചിനെ, പാപത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യ കടമ. അതിന് അങ്ങയുടെ ആ സന്തോഷകരമായ സഹായം എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ സന്തോഷകരമായ സഹായം എന്ന് പറയുമ്പോൾ ഈ ചിലരെ ദുഃഖത്തോടെ സഹായിക്കും. അതായത് അവൻ പറ്റിപ്പോയാലും ദൂതന് വിഷമം തോന്നും, ഇവനെ എത്ര സഹായിച്ചിട്ട് ഇവൻ ചെയ്യുന്നില്ലോ, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ ഇങ്ങനെ തിരിച്ചു വന്നതെന്നൊക്കെയുള്ളൊരു വേദനയുണ്ടാവും. അല്ലെങ്കിൽ അവൻ കുറേ തെറ്റ് ചെയ്തിട്ടാണല്ലോ തിരിച്ചു വന്നതെന്നൊക്കെയുള്ളൊരു വിഷമം ദൂതൻ സഹായിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷമം ദൂതനുണ്ടാകും. അതായത് പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ഉപദേശം, അനിവാര്യവും മൂല്യവത്തുമായ വസ്തുക്കളെ നിൻ്റെ പ്രവൃത്തികൾക്കായി കൊണ്ടുവരിക. അനിവാര്യവും മൂല്യവത്തുമായ വസ്തുക്കളെ നിൻ്റെ പ്രവൃത്തിക്കായി കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതായ ആ ഒരു സിദ്ധികളും കഴിവുകളും അത് നമ്മൾ ഉപയോഗിക്കണം. അനിവാര്യവും മൂല്യവത്തുമായ വസ്തുക്കളെ നിൻ്റെ പ്രവൃത്തിക്കായി കൊണ്ടുവരിക. അതായത് അതൊന്നും ഇങ്ങനെ നശിപ്പിച്ച് കളയരുത്. നമുക്ക് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നന്മകൾ ചെയ്യുക എന്നല്ല, നമുക്ക് തോന്നുന്ന രീതിയിൽ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ കുറേ പ്രാർത്ഥിച്ചു, കുറേ ആത്മീയ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അനിവാര്യവും മൂല്യവത്തുമായ വസ്തുക്കളെ നിൻ്റെ പ്രവൃത്തിക്കായി കൊണ്ടുവരിക. അതായത് വിശുദ്ധിയിൽ ജീവിക്കുക. നിനക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന ആത്മീയ നന്മകളും സിദ്ധികളൊന്നും നശിപ്പിച്ച് കളയാതെ, തിന്മ ചെയ്ത് അശുദ്ധനാകാതെ വിശുദ്ധിയിൽ കൊണ്ടുവരിക. അതാണ്. ഭാവിയിൽ ഒരു പുതു സ്വർഗം പണിയാനായി ലെബനോനിലെ ദേവദാരുക്കൾ മുറിക്കാൻ കൽപ്പുള്ളവനായിരിക്കണം നീ. ഭാവിയിൽ ഒരു പുതു സ്വർഗം പണിയാനായി ലെബനോനിലെ ദേവദാരുക്കൾ മുറിക്കാൻ കൽപ്പുള്ളവനായിരിക്കണം നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാവിയിൽ ഒരു പുതു സ്വർഗം പണിയാനായി ലെബനോനിലെ ദേവദാരുക്കൾ മുറിക്കാൻ കൽപ്പുള്ളവനായിരിക്കണം നീ എന്ന് പറയുമ്പോൾ, ഈ സ്വർഗത്തിൽ ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ മരണാനന്തരം നമുക്ക് സ്വർഗത്തിൽ ഇങ്ങനെ വെറുതെ കയ്യടിയും പാട്ടൊന്നുമല്ല. അവിടെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പറഞ്ഞത്. സ്വർഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് തക്ക രീതിയിലുള്ള ആത്മീയ ശക്തിയും അതിന് യോഗ്യതയുള്ളവരായിരിക്കും, കഴിവുള്ളവരായിരിക്കും. അല്ലാതെ വിശുദ്ധിയെല്ലാം നഷ്ടപ്പെടുത്തി സർവ്വ അശുദ്ധിയായിട്ട്
എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടിലല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള നമുക്ക് തന്നെ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. സ്വർഗത്തിൽ നമുക്ക് ഈശോ ഏൽപ്പിച്ച് തരുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആത്മീയ ബലമുള്ള യോഗ്യതയുള്ളവരായി തന്നെ വേണം നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരാൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിന്റെ ദൗത്യം. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോക സൃഷ്ടി സാധ്യമാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. എന്താണ്? സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോക സൃഷ്ടി സാധ്യമാക്കുക എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, മരണാനന്തരം നമുക്ക് ജീവിക്കാനുള്ള സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ലോക സൃഷ്ടി സാധ്യമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇപ്പോഴേ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. സമാധാനവും സന്തോഷവും നിറഞ്ഞ ലോകം നമ്മളിപ്പോഴേ സൃഷ്ടിച്ചു വെക്കണം. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ മരണാനന്തരം ജീവിക്കേണ്ട ആ എവിടെയാണോ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ഭവനം, വാസയോഗ്യമായ ഒരു സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് സൃഷ്ടിച്ചെടുക്കുക. അതാണ് പറഞ്ഞത് സമാധാനവും. അപ്പോൾ നമ്മളെല്ലാവരും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകത്ത് സ്വർഗത്തിൽ എത്തുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് തീർച്ചയായും അതിന് പറ്റിയ രീതിയിൽ നമ്മൾ നമ്മളെ വീട് പണിയുക. അപ്പം നമ്മൾ വീട് പണിയുമ്പോൾ അറിയാം, നമുക്ക് ഏറ്റവും എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് യോജിച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കൾ നമ്മളുടെ വീട് പണിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആത്മീയ ഭവനങ്ങൾ പണിയാനും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോക സൃഷ്ടി സാധ്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മരണാനന്തരം സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ അത് നമ്മളിപ്പോഴേ ചെയ്തു വെക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതിന് ഈശോയോട് ചേർന്ന് നിൽക്കുക, നിരന്തരം ദൈവവചനം വായിക്കുക, ഇതൊക്കെയാണ് അതിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഭാഗം നെമാമിയ എന്ന കാവൽമാലാഖയുടെ കാര്യമാണ് പറഞ്ഞത്. ജനുവരി 1 മുതൽ 5 വരെയുള്ള ജനിച്ചിരിക്കുന്ന മനുഷ്യരുടെ കാവൽമാലാഖയുടെ പേരാണ് നെമാമിയ. ആ പേരിൻ്റെ അർത്ഥം മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ദൈവം എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് താല്പര്യമുള്ളവർ കേൾക്കാനും, അപ്പോൾ അത് മനസ്സിലാക്കി സ്വന്തം ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ക്രമപ്പെടുത്താനും, സ്വന്തം ആത്മീയവും ഭൗതികമായ സിദ്ധികളെയും കഴിവുകളെയും കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്താനൊക്കെ ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരാളെ ഈ ഡേറ്റിൽ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ ഈ തീയതികളിൽ ജനിച്ച ഒരാളെ കാണുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് ഒത്തിരി മാച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. എനിക്ക് പുസ്തകം വളരെ ആകസ്മികമായിട്ട് കിട്ടിയൊരു പുസ്തകമാണ്. അപ്പോൾ ഇതൊരു അച്ഛൻ എഴുതിയ പുസ്തകമാണ്. കൂടുതൽ ഡീറ്റെയിൽസൊന്നും പറയുന്നില്ല, കാരണം ഈ പുസ്തകം ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ കോപ്പി റൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇതിലാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊന്നും പറയാത്തത്. അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക, മനസ്സിലാക്കുക, ആത്മീയ ജീവിതം കുറേ കൂടി ശക്തിപ്പെടുത്തി ചിട്ടപ്പെടുത്തി കൂടുതൽ കരുത്തരായ ക്രിസ്തു ശിഷ്യരായി മാറുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഇനി അടുത്ത മാലാഖ, അതായത് ജനുവരി 6 മുതൽ 10 വരെയുള്ള മാലാഖയുടെ പ്രത്യേകതകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം.